ഇന്ന് ഞാൻ ഈ പെയിൻറ്റിങ് പാലറ്റിൻ്റെ ഒരു കാർഡ്ബോർഡ് വേർഷനാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ കയ്യിലുള്ള കാർഡ്ബോർഡും കുറച്ച് അടപ്പുകളൊക്കെ തന്നെ ഇതിന് ധാരാളമാണ്. ഞാനൊന്നും ഇതുവരെ പെയിൻറ്റിങ് പാലറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. ഞാനൊക്കെ ബോട്ടിലിൻ്റെ അടപ്പൊന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് അടിക്കാറൊക്കെ ഉള്ളൂ. ഞാനിത് ഓൺലൈനിൽ നോക്കിയപ്പോൾ കുറച്ച് റേറ്റ് അധികമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊക്കെ ചെറിയ പെയിൻറ്റേഴ്സ് അല്ലേ. വലിയ പെയിൻറ്റേഴ്സിന് ഇത്രയും വില കൊടുത്ത് വാങ്ങണതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സാധനം ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പട്ടിക്കുട്ടിയുടെ പോഡ് ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പ്രിൻ്റ് എന്നൊക്കെ പറയാം. ഇത് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് വരച്ചാൽ അത്ര ശരിയായില്ല, അതുകൊണ്ടാണ് പ്രിൻ്റ് എടുത്തത്. നെക്സ്റ്റ് ഇതൊന്ന് കാർഡ്ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കിനി ഇതൊരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ ഒരു ഹോൾ ഉണ്ടാവില്ലേ പെയിൻറ്റിങ് പാലറ്റിൽ. അത് എനിക്ക് വിരലിടാനാണോ പെയിൻറ്റ് ബ്രഷ് ഇടാനാണോ എന്നറിയില്ല. ഞാൻ അവിടെ വിരലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രയലൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ചുറ്റിനൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതേപോലെ. അതിനുശേഷം ഞാൻ മറ്റേ സെൻറ്ററിൽ ഞാൻ ഒന്ന് പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇനി കളർ കൊടുക്കുകയാണ്. ഇത് ഫുള്ള് വൈറ്റ് ആണല്ലോ പേപ്പർ ടേപ്പ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ഉള്ളവിടെ മാത്രമായിട്ടൊന്ന് ബ്ലാക്ക് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുള്ള് ഞാൻ കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ചുറ്റിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തത്. കളർ എടുത്തു കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലുകളുടെ അടപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വാഷ് ചെയ്തിട്ട്. അതൊരു 4 തന്നെ നമുക്കിവിടെ ആവശ്യം. കാരണം പട്ടിക്കുട്ടിക്ക് 4 വിരലാണല്ലോ ഉള്ളത്. അപ്പോൾ 4 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സിംഗിളായിട്ട് നമുക്കുള്ള കളറും പെയിൻറ്റ് ചെയ്യാം. ആ വലിയതിൽ നമുക്ക് മിക്സ് ആക്കുകയും ചെയ്യാം. ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂസ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് പിന്നെയും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റിക്ക് ചെയ്യാം. പക്ഷെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് റിമൂവ് ചെയ്യണേ. ഇല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പേപ്പറും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചായിട്ട് ഞാൻ ഫുഡ് പ്രിൻറ്റിലൊക്കെ ഒരു ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടത് ഡാർക്കായിട്ട് അറിയാനും. പിന്നെ നമ്മുടെ ബോട്ടിലുകളുടെ അടപ്പുകൾക്കൊക്കെ ഒന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം വാഷ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് കളർ എന്തായാലും പോവും. ഞാൻ വീഡിയോ എടുക്കുന്ന ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് കൊണ്ടുള്ള പെയിൻറ്റിങ് പാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു 3 പെയിൻറ്റ് മാത്രം ഉപയോഗിച്ച് ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു സൂര്യൻ്റെ പകുതി ഭാഗവും കുറച്ച് മേഘങ്ങളുള്ള ഒരു ആകാശം. എന്താ ഭംഗിയില്ലേ. അപ്പോൾ ഇതൊരു ഞാൻ സ്റ്റിക്കി നോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് തുടങ്ങി ഒട്ടിച്ച് വെക്കാമല്ലോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസിലൂടെ കാണാം. ബൈ.